വെൽക്കം ബാക്ക് ടു ഷോയ്ക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് CPMൻ്റെ വീഡിയോയാണ്. കുറേ ദിവസമായിട്ട് വന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹാക്കർ പോയിൻ്റ് ഹൗസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഹാക്കർ പോയിൻ്റ് ഹൗസാണിത്. അപ്പോൾ ചിലപ്പോൾ ഇത് മാത്രമല്ല, ഹാക്കർ പോയിക്ക് ഇനിയും മോഡൽ ഒരുപാട് ഹൗസുകൾ ഹാക്കർ പോയിക്കുണ്ട്. ഒരു ചെറിയ ഹൗസ് മാത്രമാണ്. അപ്പോൾ ഹാക്കർ പോയിനെ സംസാരിക്കാൻ നമുക്ക് ചെറിയ കോള് വരുന്നുണ്ട്. ഒന്ന് എടുത്തോക്കട്ടെ ഗൈസ്. കോള് നമ്മളെ ജോണിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഗൈസ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഹാക്കർ പോയിനെ പോയി സംസാരിക്കാൻ. ജോണി എന്താന്ന് പറഞ്ഞാണ് അപ്പം ഞാൻ പറയാം ഗൈസ്. നമ്മൾ ഹാക്കർ പോയിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാക്കർ പോയി നമ്മൾ പറഞ്ഞു. അപ്പോൾ ജോണി എന്താന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ജോണി നമ്മളെ വണ്ടി അവിടെ ഉണ്ട് എന്നാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ അർജൻറ്റീന പൊട്ടിയതിൻ്റെ ഒരു ഇതിലാണ് ഗൈസ്. അപ്പോൾ ഹാക്കർ പോയിന് സന്തോഷം ഉണ്ടാവും, കാരണം അവനൊരു ബ്രസീൽ ഫാൻസ് അല്ല ഗൈസ്. അപ്പോൾ നമ്മളെ തകർച്ച ആഗ്രഹിക്കാൻ വേണ്ടി നിന്ന ഒരാളാണ്. ഏതായാലും നമ്മൾ ബെന്നീസ് കസ്റ്റംസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നമ്മളെ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ സിറ്റി വണ്ണിൽ നമ്മളെ ബെന്നീസ് കസ്റ്റംസിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മളത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗൈസ് വണ്ടി ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ബെന്നീനെ കാണുന്നില്ല. ഓനാണ് നമ്മൾ M5 ഇവിടെ വർക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. M5 ഇവിടെ അല്ല ഗൈസ്. എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല ഗൈസ്. അപ്പം എനിക്ക് ഏതായാലും ഇവിടെ ജോണി വിളിക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പ്ലാൻ തന്നെയായിരുന്നു ഗൈസ്. ജോണി അവരെ കിഡ്നാപ്പ് ചെയ്തെന്നാണ് നമ്മളോട് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഏതായാലും M5 പോയിട്ടുണ്ട്. പക്ഷെ M5 പോയി വിചാരിച്ച് ഞാൻ വെറുതെ ഒന്നും വിചാരിക്കണ്ട. M5 ആണ് എൻ്റെ മെയിൻ വണ്ടി. അത് പോയതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടുമെന്നും ഞാൻ വിചാരിക്കണ്ട. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളെ പ്ലാൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളൊരു ചെറിയ പ്ലാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ സംഭവം നമ്മളെ ടീമിലെ എല്ലാ മെമ്പേഴ്സിൻ്റെ കയ്യിലും നമ്മൾ ട്രാക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ M5 വഴി എല്ലാ വണ്ടികളും ട്രാക്കർ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ ഗോൾഫിൽ വരെ നമ്മൾ ട്രാക്കർ വെച്ചിട്ടുണ്ട്. M5 വരെ നമ്മൾ ട്രാക്കർ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്താണ്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഗൈസ്. പക്ഷെ അവൻ എവിടെയാണെന്നില്ല കൂടി നമുക്കറിയണം. നമ്മൾ പെന്നെയാണ് അവരുടെ എല്ലാ കാര്യവും അറിയിച്ചും തരും. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് തന്നെ നമ്മളെ ടോമിനെ പോയി കണ്ട് എന്താണെന്ന് തീരുമാനിക്കാം. നമ്മൾ ഹാക്കർ പോയി കണ്ടുകൊണ്ട് പോയി പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളോട് കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാക്കർ പോയി നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജോണിയുടെ ഒരു മെയിൻ ആളുണ്ട്, ഒരു ലെഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവനെ പോയി കിഡ്നാപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ അവനെ കിഡ്നാപ്പ് ചെയ്താൽ നമുക്ക് നൈസായിട്ടല്ല ജോണിയുടെ എല്ലാ രഹസ്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും. അതുതന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. ഏതായാലും അവന് വേണ്ടി ഒരു വെഹിക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയൊക്കെ മോനെ ഗൈസ്, കിഡ്നാപ്പിന് പറ്റിയ വണ്ടിയിലാണ് ജോണി നമ്മൾ ഹാക്കർ പോയി നമുക്ക് തന്നിട്ടുള്ള ഗൈസ്. ഏതായാലും വണ്ടി നോക്കിയൊക്കെ എന്നാൽ ഈ ഡോറൊക്കെ ഓപ്പൺ ആക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അയാളെ വെക്കാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് വണ്ടി എടുക്കാം ഗൈസ്. ഏതായാലും അതിൻ്റെ ഒരു ലൊക്കേഷൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അങ്ങോട്ടേക്കോട്ട് പോയേക്കാം പറഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനാണ് നമ്മൾ നൈസും കാര്യമൊക്കെ പറഞ്ഞ് അവൻ തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ടൂളുണ്ട്, അത് വെച്ച് തലക്കൊന്നിട്ട് കൊടുക്കാം. നൈസിന് വണ്ടി കയറുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് തലക്കൊന്നിട്ട് കൊടുക്കാം. എന്നിട്ടുണ്ട് പക്ഷേ ചെറിയ അനക്കൊക്കെ ഉണ്ട്. നമുക്ക് നൈസായിട്ട് കൂർ ഓഫ് കൊടുത്താലും മയക്കിയിട്ട് നേരെ വണ്ടിക്ക് ഇടണം. അതാണ് നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഇവിടുന്ന് പോകണം. വീഡിയോ പിടിച്ചെൻ്റെയാണ്. ഇപ്പോഴത്തെ കിട്ടില്ല വീഡിയോ ആയിട്ട് ബാക്കി കാണാം. ബൈ ബൈ.